ഹായ് ഹലോ നമസ്കാരം. പൊന്നാക്കാരം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. വടകരയിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടും അതിൻ്റെ എന്താ പറയുക മുന്നേയും പിന്നെയും ഒക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് നടന്നിരുന്നു. ഇപ്പോഴും അതിനെപ്പറ്റിയുള്ള ചർച്ചകളും മീഡിയ ചർച്ചകളും ഇൻ്റർവ്യൂകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നു. പല ആളുകൾ എന്താ പറയുക ഇലക്ഷനൊക്കെ കഴിഞ്ഞ് റിലാക്സേഷന് വേണ്ടി ടൂറ് പോകുന്നു. അപ്പോഴും ചിലരിവിടെ പണിയെടുക്കുന്നു. അങ്ങനെയൊക്കെ ഓരോ വിഷയങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ വടകരയിൽ പല മീഡിയാസും പോയിട്ട് ജനങ്ങളുടെ അഭിപ്രായം, അതായത് എത്ര ഭൂരിപക്ഷം ഉണ്ടാവും, ആര് ജയിക്കും എന്നുള്ളതൊക്കെ അഭിപ്രായങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ പലരും പല പ്രതികരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലർക്കും പലരെയും ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിനനുസരിച്ച് അവരവരുടെ മറുപടികൾ പറയുന്നുണ്ട്. നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നവർ നിഷ്പക്ഷമായിട്ട് തന്നെ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു കുറച്ച് ഭാഗം നമുക്ക് കേട്ടിട്ട് ഒന്നുണ്ട് വരട്ടാ. 1,20,000 വോട്ടിന് മുന്നോട്ട് കയറി നിൽക്കുക. ഇപ്പം തന്നെ അങ്ങനെ തന്നെ. ഇനി വന്നാ വേണ്ടു. അതിൽ കൂടി ടീച്ചറിന് കൂടി നാമം പോലെ ഇവിടെ ഉണ്ടായില്ല. ടീച്ചർ മണ്ണ പോലെ കിടക്കയിൽ പോയി കിടക്കുക. അത്ര മനസ്സിലാവും. നാര്യ ഭരണനിധി, നാര്യ ഭരണം 30 തൊട്ട് കൽപ്പൂരം വരെ വിലയാക്കി. ഒരു മത്സ്യപ്പാത്തിന് വരെ കിലോ വിലയാക്കിയാണ്. ഇനി എന്ത് ജീവിതം? പാവപ്പെട്ടവർക്ക് പെൻഷൻ പണിയില്ല ഉണ്ടോ? ഷാഫി ഒമ്പിച്ച വീഴ്ച ജയിക്കും. ഇല്ല, ഒരു പ്രതീക്ഷയില്ല. ഷാഫി 25ന്റെ മേലെ ജയിക്കും. 25,000 ജയിക്കേണ്ടത് ഷാഫിയാണ്. പക്ഷെ ജയിക്കുക ശൈലജ ടീച്ചറാണ്. അത് അയാൾ നടത്തിയ മുൻകാല പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സമൂഹം വിലയിരുത്തി തന്നെയാണ്. ഷാഫി ജയിക്കൂല. ജയിക്കുവാണെങ്കിൽ ഇല്ല, ജയിക്കൂല. അല്ല, ഒരു കാരണവശാലും ജയിക്കൂല ഉറപ്പന്നെ. ശൈലജ 10-50 വോട്ട്, 50,000 താഴോട്ട്. ഷാഫിക്ക് എന്ത് സാധ്യത? ഷാഫി ജയിക്കൂല, ഉറപ്പ്. ഉറപ്പ് ഇല്ല, ഒരു മാറ്റം ഇല്ല എന്നാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അത്രയും ധീരമായ വർക്ക് ചെയ്യും. എന്തെന്നായാലും ഷാഫിക്ക് തന്നാൽ അമ്മാതിരി നല്ലൊരു വ്യക്തിയാണ്. ഒന്ന് കണ്ടാൽ ഷാഫിൻ്റെ വരവെന്ന് കണ്ടാൽ പോരെ എന്താ വരവെന്നാ. കാരണം വെച്ചാൽ ഇപ്പം ഇതുവരെയുള്ളതല്ല. ഇപ്പോൾ എന്തായാലും മിക്കവാറും ഒരു ഇയാൾ പറഞ്ഞ 30-24 എൻ്റെ അഭിപ്രായത്തിൽ 50 മേലെ വോട്ടിന് ഷാഫി വയ്ക്കും സ്വതന്ത്രമായിട്ട്. ഒരു സാധ്യതയും ടീച്ചർ കൊടുക്കുക എല്ലാം കൊണ്ടും അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ അഭിപ്രായങ്ങളല്ലേ നമ്മൾ ചോദിക്കുന്നത്. ജനക്കൂട്ടം മാത്രമല്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ജനങ്ങൾ അംഗീകരിച്ച ആളാണ്. കാരണം വെച്ചാൽ ഇപ്പം ജനങ്ങൾ അംഗീകരിക്കുന്നല്ലേ. ഓരോ പ്രവർത്തനങ്ങൾ മാത്രം ഇതാക്കുന്നത്, പ്രവർത്തനങ്ങൾ കൂടെയല്ലേ നമ്മൾ ഇതാക്കുന്നത്. കാരണം അത്രയും എൻ്റെ അഭിപ്രായത്തിൽ 50 വോട്ടിന് മേലെ ഷാഫി ജയിക്കും. 50 എൻ്റെ അഭിപ്രായം. ഓരോരുത്തരുടെ അഭിപ്രായമാണ്. 30-25 പറഞ്ഞു ടീച്ചറായി ജയിക്കും. കാരണം വെച്ചാൽ അവർ എന്തുകൊണ്ടും നല്ല പ്രവർത്തനമാണ് ഇതുവരെ കാഴ്ചവെച്ച്. ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. വടകര ജനങ്ങൾ എല്ലാവരും കണ്ട് വിലയിരുത്തിയാണ്. അപ്പോൾ ആ പ്രവർത്തനത്തിലുള്ള വിജയം ടീച്ചർക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഷാഫി തരംഗ് എത്ര തന്നെ വന്നാലും ജനഹൃദയങ്ങളിലാണ് ടീച്ചർ കുടികൊണ്ടത്. ഷാഫി ഇനി എന്ത് ശ്രമിച്ചിട്ടും കാര്യമില്ല. ഇത്തവണ ഞങ്ങൾ 100% കെ ശൈലജ ടീച്ചർ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി പാർലമെന്റിൽ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് രാഷ്ട്രീയ പറ്റി ഒന്നും അറിഞ്ഞൂടാ, പാർട്ടിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. രണ്ടാളും നല്ല തന്നെയാണ്. എന്തെങ്കിലും ഒരു മാറ്റം വരണ്ടേ. അപ്പോൾ പല ആളുകളും ഇപ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്. ചിലർ എതിർവശത്തുള്ള സ്ഥാനാർത്ഥി ജയിക്കണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ എന്നാലും സാഫിനോടൊരു ഇഷ്ടം, സാഫിനോടൊരു താല്പര്യം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ചിലവർക്ക് ഭൂരിപക്ഷം ഇത്ര ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത്ര ഭൂരിപക്ഷം കിട്ടും എന്ന് പറയുന്നവരുണ്ട്.
ചില ആളുകൾ ഷാഫിയെ എന്തുകൊണ്ട് ഷാഫി വരൂല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ശൈലജ ടീച്ചർ വരും, അല്ലെങ്കിൽ എന്തുകൊണ്ട് ശൈലജ ടീച്ചർ വരില്ല, എന്തുകൊണ്ട് ഷാഫി വരും, അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തർക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോരുത്തർക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓരോരുത്തരും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ ഷാഫിയെ അല്ലെങ്കിൽ ഷാഫിക്കൊരു ജയസാധ്യത എവിടെയൊക്കെയോ പലരും പറയുന്നു, പലരുടെ പ്രതീക്ഷകളും അങ്ങനെ പോകുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ ശൈലജ ടീച്ചർ ജയിക്കുമെന്നുള്ള അഭിപ്രായങ്ങൾ അതും പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇതൊക്കെ അറിയണമെങ്കിൽ എന്തായാലും 4-ാം തീയതി എല്ലാത്തിനും റിസൾട്ട് ഉണ്ടാവും, എല്ലാത്തിനും റിസൾട്ട് വരും. അപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ചില ആളുകൾ ഒക്കെ ടൂറൊക്കെ പോയി, ഫാമിലി ആയിട്ട് ടൂറൊക്കെ പോയിട്ട് അടിച്ചു പൊളിക്കുന്നു. അവർക്ക് ഇവിടെ എന്ത് വിഷയം നടന്നാലും എന്ത് നടന്നാലും അവർക്ക് ഇവിടെ ഒന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് അവരെ കാര്യങ്ങൾ, അവരുടെ സമാധാനങ്ങൾ, അവരുടെ സൗകര്യങ്ങൾ, അവരുടെ സുഖങ്ങൾ. ആ സമയത്തും വടകരയുടെ സ്ഥാനാർത്ഥി ഡൽഹിയിൽ, ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്, ഡൽഹിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി ഓടുകയാണ്. അദ്ദേഹം റെസ്റ്റ് എടുക്കുന്നില്ല, മറ്റുള്ളവർ റെസ്റ്റ് എടുക്കുകയാണ്. അതും ഈ മുതലിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. അതായത് മറ്റുള്ളവർ അവരവരുടെ സുഖത്തിന് വേണ്ടി കറങ്ങി നടക്കുമ്പോൾ ഇവരിപ്പോഴും ഈ മതേതരത്വം നിലനിർത്തണം, നമ്മുടെ രാജ്യം ഇന്ത്യ നിലനിർത്തണം, നമ്മുടെ നാട്ടുകാർക്ക് സമാധാനം വേണം എന്ന് കരുതി ഇന്ത്യ മുന്നണി വരണം എന്ന്, ഇന്ത്യ മുന്നണി ഇനി ഭരണത്തിൽ വരണം, മറ്റുള്ളവരെ താഴെ ഇറക്കണം എന്നുള്ള ആ മനസ്സിൽ ആ ആഗ്രഹം ഉള്ളത് കൊണ്ട് അവരിപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ടൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. അവർക്കിപ്പോൾ ഇവിടെ എന്തായാലും കുഴപ്പമില്ല, അവർ വന്നാലും ഇവർ വന്നാലും അവർക്ക് വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ ഇവർക്ക് അങ്ങനല്ല. കാരണം വന്നേ പറ്റൂ, സമാധാനം വേണം, മനുഷ്യർക്ക് ജീവിക്കണം, സൗഹാർദ്ദം വേണം, മതസൗഹാർദ്ദം വേണം, ഒക്കെ വേണം. അപ്പോൾ അതിനു വേണ്ടി മറ്റുള്ളവർ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു, ഇവർ ടൂറ് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മറ്റുള്ള വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നത് പോലെ അതിങ്ങനെ വടകരയിൽ ഇപ്പോഴും പുകഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ചയഞ്ഞ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇനിയിപ്പോൾ റിസൾട്ട് വരണം, അതിനൊരു അവസാനം ഉണ്ടാവണമെങ്കിൽ ഇനി റിസൾട്ട് വന്നാലേ അതിനൊരു അവസാനം ഉണ്ടാവുള്ളൂ. അതുവരെ അത് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തേക്കണം. പിന്നെ വിജയാഘോഷത്തിൻ്റെ ഒക്കെ കിടിലം വീഡിയോകൾ നമുക്ക് ഇടണം, അതിൻ്റെ അഭിപ്രായങ്ങൾ പറയണം. ആര് ജയിച്ചാലും ഇട്ടാ, ഒരാളെന്ന് മാത്രമല്ല, ആര് ജയിച്ചാലും നമ്മളെ ചാനലിലെ അഭിപ്രായങ്ങൾ വരും. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.